പ്രിൻസിപ്പാളുമാരില്ലാതെ സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകൾ 196 സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഒരു വർഷമായി പ്രിൻസിപ്പാളില്ല. 2 മാസം മുമ്പ് യോഗ്യതാ പട്ടിക തയ്യാറാക്കിയെങ്കിലും നിയമനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ സർക്കാർ തീരുമാനം വൈകുകയാണ്. സംസ്ഥാനത്തെ 196 സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ് ഒരു വർഷമായി പ്രിൻസിപ്പൽമാരില്ലാത്തത്. 2 മാസം മുൻപ് യോഗ്യതാ പട്ടിക തയ്യാറാക്കിയെങ്കിലും നിയമനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ സർക്കാർ തീരുമാനം വൈകുകയാണ്. ഏറെ ഒഴിവുള്ള കാസർഗോഡ് പോലെയുള്ള ഗ്രാമീണ മേഖലകളിലേക്ക് പോകാൻ അധ്യാപകർ സമ്മതിക്കാത്തതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മുന്നിലെ മുഖ്യ തടസ്സം. തസ്തികയിൽ 4-1 ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർമാർക്ക് തസ്തിക മാറ്റം വഴിയുള്ള സ്ഥാനക്കയറ്റത്തിലൂടെ നൽകുന്നതാണ്. ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടതോടെ ജൂലൈയിൽ തയ്യാറാക്കിയ കരട് പട്ടികയിൽ നിയമനം നീണ്ടു. ഹൈസ്കൂളുകാരെ നിയമിക്കാൻ കോടതിയും സമ്മതിച്ചു. തുടർന്ന് 2 മാസം മുൻപ് സർക്കാർ അന്തിമ യോഗ്യതാ പട്ടിക തയ്യാറാക്കി. കാസർഗോഡ് ജില്ലയിൽ മാത്രം 40 പേരെ നിയമിക്കണം. ഈ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാരുടെ ട്രാൻസ്ഫർ കാസർഗോഡ് പോലുള്ള ജില്ലകൾ ദൂര ദേശങ്ങളിലേക്കൊക്കെ പ്രധാന അധ്യാപകരും പ്രിൻസിപ്പൽമാരും പോകാൻ തയ്യാറില്ലാത്ത സാഹചര്യം ഇതെല്ലാം മുതലാക്കി ഇത് രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾക്കനുസരിച്ച് ട്രാൻസ്ഫർ പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് ഈ മേഖലയിൽ ഓൺലൈൻ ട്രാൻസ്ഫർ സംവിധാനം ഏർപ്പെടുത്തുന്നത്. ഇഷ്ടമുള്ളിടത്ത് നിയമനം നേടാൻ അധ്യാപകർ ഭരണപക്ഷ സ്വാധീനം ഉപയോഗിച്ച് സമ്മർദ്ദവും തുടങ്ങിയെന്നാണ് സൂചന. ചില ജില്ലകളിൽ കിട്ടാൻ സാമ്പത്തിക വാഗ്ദാനം വരെ ഉണ്ടെന്നാണ് ആക്ഷേപം. 29 തസ്തിക ഒഴിവുള്ള കോഴിക്കോടും 26 ഒഴിവുള്ള കണ്ണൂരുമാണ് മുന്നിലുള്ള മറ്റ് ജില്ലകൾ. പ്രിൻസിപ്പൽ നിയമനത്തിന് ശേഷമേ സാധാരണ അധ്യാപകരുടെ സ്ഥലമാറ്റം നടക്കാറുള്ളൂ. തർക്കം മാറാത്തതിനാൽ പതിവ് തെറ്റിച്ച് വെള്ളിയാഴ്ച അധ്യാപക സ്ഥലമാറ്റത്തിനുള്ള ഉത്തരവും ഇറങ്ങി. ഇനി പ്രിൻസിപ്പൽമാരെ നിയമിച്ചാൽ സ്ഥലമാറ്റം ലഭിച്ചവരിൽ പലരും വീണ്ടും മാറേണ്ട സ്ഥിതി വരും. ജനം, തിരുവനന്തപുരം.